തലയോലപ്പറമ്പ് ടൗണിലെ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ യാത്രക്കാരെ വലയ്ക്കുന്നു. തലയോലപ്പറമ്പ് ടൗണിലെ ബസ് സ്റ്റാൻഡുകളിലെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സമീപ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒരേപോലെ ദുരിതമായി തീരുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്ന ടാറിങ്ങുകൾ, കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് നടത്താത്തതുകൊണ്ടുണ്ടായ വലിയ കുഴികളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് അധികൃതരുടെ അനാസ്ഥയിലേക്കാണ്. പഞ്ചായത്തിന് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന ഈ ബസ് സ്റ്റാൻഡിനോടുള്ള അവഗണന പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വളരെ കഷ്ടമാണ് ഈ വണ്ടി സ്റ്റാൻഡിലെ കാര്യം. വണ്ടികൾ കയറി ഇറങ്ങുമ്പോൾ ട്രാഫിക് ജാമാവുന്നു. ഒരു വണ്ടി തിരിക്കാൻ തന്നെ ഒരു 3-4 മിനിറ്റ് എടുക്കും. നേരെ റിവേഴ്സ് വരാണ്ട് വണ്ടി മുന്നോട്ട് പോകില്ല. വളരെ കഷ്ടമാണ്. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പൊടിശല്യം ഭയങ്കരമാണ്. ഈ സ്റ്റാൻഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കഷ്ടമാണ്. ഇവിടുത്തെ ജീവനക്കാരും ഇവിടുത്തെ യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇത് കണ്ടില്ല, ഈ സ്റ്റാൻഡ് നിങ്ങളൊന്ന് നോക്കി എന്തെല്ലാം കഷ്ടത്തെയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? വണ്ടിയുടെ ഡീസൽ ചെലവ് കൂടുന്നു, വണ്ടിയുടെ മറ്റ് സ്പെയർ പാർട്സുകളും മറ്റും എപ്പോഴും ലീഫ് ഒടിയുകയാണ്. ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലോട്ട് ചാടി മടുത്ത് വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. ഒന്നുകൊണ്ട് 5-6 പൂഴിയിടും, പിറ്റേ ദിവസം മഴ പെയ്യും, അതിൻ്റെ പിറ്റേ ദിവസം വെയിലാവും, പൊടിയാവും, ചെളിയാവും. വളരെ കഷ്ടമാണ്. ഈ വളരെ വരുമാനമുള്ള ഒരു പഞ്ചായത്തായിട്ട് കൂടി ഈ സ്റ്റാൻഡിനെ ഈ രീതിയിലോട്ട് മാറ്റുന്നത് വളരെ കഷ്ടമാണ്. അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് തൊഴിലാളി എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ നേരം വെളുത്താൽ വൈകുന്നവരെ ഒരു പുകയ്ക്കകത്ത് നിൽക്കുമ്പോഴാണ്. അപ്പം ഇവിടെ കച്ചവടം ചെയ്യുന്ന കടക്കാരെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു കച്ചവടക്കാരനാണ്. നേരം വെളുത്താൽ ചുമച്ചു നിൽക്കുന്നത് ഒരുമാതിരി കരിവുകളാണ്. അത് തന്നെയല്ല, യാത്രക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റാൻഡിൻ്റെ കിടപ്പെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ്. ആളുകൾ മിക്കവാറും ബസ് നിറയുമ്പോൾ രണ്ട് പമ്പുണ്ട്, അവിടെ തട്ടി സ്ത്രീകൾ വീഴാറുണ്ട്. ഒരു ഗർഭിണിയായ സ്ത്രീ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പോകാൻ വന്ന വഴിക്ക് സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ബെനിഫിഷ്യറിൽ നേരെ ഫ്രണ്ടിൽ കാണുന്ന അവിടെ വീട്, പിന്നെ എൻ്റെ കടയിൽ കൊണ്ടുവന്ന വഴി